ഹലോ ഗൈസ്, HTML ആൻഡ് CSS ബിഗിനർ ട്യൂട്ടോറിയൽ സീരീസിലെ 5ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പേജിൽ പാരഗ്രാഫുകളും ഹെഡിങ്ങുകളും ഒക്കെ ആഡ് ചെയ്ത് അതിൽ ചില ഭാഗങ്ങൾ മാത്രം എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാമെന്നൊക്കെ പഠിച്ചു. എങ്ങനെ ബോൾഡ് ആക്കാമെന്നും ഇറ്റാലിക്സ് ആക്കാം എന്നും ഒക്കെ നമ്മൾ നോക്കി. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ലിങ്കുകൾ എന്നും എങ്ങനെ ലിങ്കുകൾ നമ്മുടെ പേജിൽ ആഡ് ചെയ്യാമെന്നും കൂടി നോക്കുകയാണ്. സോ വിതൗട്ട് മച്ച് വെയിറ്റിംഗ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നമ്മൾക്ക് എന്താണ് ലിങ്ക് എന്ന് നോക്കാം. എന്താണ് ലിങ്ക് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ സംശയമൊന്നും ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും പറയാം, വെബിനെ വെബാക്കി മാറ്റുന്നത് ലിങ്കുകളാണെന്ന് പറയാം. HTMLന്റെ ഫുൾ ഫോം നമ്മൾക്കറിയാമല്ലോ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. അതിലെന്താണ് ഈ ഹൈപ്പർ ടെക്സ്റ്റ്? ഹൈപ്പർ ടെക്സ്റ്റ് എന്നാൽ മറ്റ് ടെക്സ്റ്റുകളിലേക്ക് ലിങ്ക് ചെയ്യുന്ന ടെക്സ്റ്റുകളെ വിളിക്കുന്ന പേരാണ്. അങ്ങനെ ഒരുപാട് ഹൈപ്പർ ടെക്സ്റ്റുകളും മറ്റും ചേർന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് നമ്മുടെ HTML എന്ന് പറയാം. ഇവിടെ സിമ്പിളായി പറഞ്ഞാൽ പേജുകൾ തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്താണ് നമ്മുടെ വെബ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ കയറി എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഗൂഗിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ഒരുപാട് പേജുകളിലേക്കുള്ള ലിങ്കുകളാണല്ലോ. ഇങ്ങനെ ഒരുപാട് ലിങ്കുകളുടെ ഒരു കൂട്ടം തന്നെയാണ് നമ്മുടെ ഇൻ്റർനെറ്റ്. അപ്പോൾ എന്താണ് വെബ് എന്ന് ചോദിച്ചാൽ ഇന്റർലിങ്ക്ഡ് ആയ ഒരുപാട് പേജുകളുടെ അഥവാ ഒരുപാട് ഡോക്യുമെന്റുകളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് വെബ് എന്ന് പറയാം. തിയറി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എങ്ങനെ ലിങ്ക് വെബ് പേജിൽ ആഡ് ചെയ്യാമെന്ന് നോക്കാം. പാരഗ്രാഫുകൾ ആഡ് ചെയ്യാൻ നമ്മൾ P ടാഗ് ഉപയോഗിച്ചു. ഹെഡിങ് ആഡ് ചെയ്യാൻ നമ്മൾ 6 തരം H ടാഗുകൾ ഉപയോഗിച്ചു. അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ലിങ്ക് ആഡ് ചെയ്യാൻ L ടാഗോ അല്ലെങ്കിൽ ലിങ്ക് ടാഗോ ആയിരിക്കുമെന്ന്. എന്നാലല്ല, ലിങ്കുകൾ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ആദ്യകാലങ്ങളിൽ അവയെ നമ്മൾ ആങ്കറുകൾ എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലിങ്കുകൾ അഥവാ ഹൈപ്പർ ലിങ്ക്സ് പേജിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് A ടാഗാണ് അഥവാ ആങ്കർ ടാഗുകളാണ്. ഇപ്പോൾ ഈ ഒരു പേജിൽ ഒരു വേർഡ് എനിക്കൊരു ലിങ്കാക്കി മാറ്റണം എന്ന് വിചാരിക്കുക. അപ്പോൾ സിമ്പിളായി ഈ വേർഡ് ഞാൻ A ടാഗിൻ്റെ ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും ഇടയിൽ റാപ്പ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഏത് ലൊക്കേഷനിലേക്കാണ് പോകേണ്ടത് എന്ന്. അതിനുവേണ്ടി A ടാഗിനകത്ത് ഉള്ള ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കേണ്ടതായുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ആട്രിബ്യൂട്ടാണ് href എന്ന ആട്രിബ്യൂട്ട്. href എന്നാൽ ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ടാഗുകൾക്കകത്ത് നമ്മൾ അഡീഷണലായി ചില കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം സംഭവങ്ങളെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. പലതരം ആട്രിബ്യൂട്ടുകളുണ്ട്. തൽക്കാലം ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു href ആട്രിബ്യൂട്ട് മാത്രം മതി. ആട്രിബ്യൂട്ടുകൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആട്രിബ്യൂട്ട് നെയിം എഴുതുക, ഒരു ഈക്വൽ സൈൻ ഇടുക, എന്നിട്ട് ഡബിൾ കോട്ട്സിനകത്ത് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ എഴുതുക. ഇവിടെ അപ്പോൾ നമ്മൾക്ക് href എന്നെഴുതി ഈക്വൽ സൈൻ ഇടുക. എന്നിട്ട് വാല്യൂ ആയി കൊടുക്കേണ്ടത് നമ്മുടെ ഡെസ്റ്റിനേഷൻ URL ആണ്. എന്ന് വെച്ചാൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിളിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഗൂഗിളിൻ്റെ ഫുൾ URL കൊടുക്കുക. href വാല്യൂ ആയി കൊടുക്കാവുന്ന URL 2 തരമുണ്ട്. ഇതൊരു ആബ്സല്യൂട്ട് അഡ്രസ് ആവാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്കിവിടെ https://www.google.com എന്ന ഫുൾ അഡ്രസ്സ് കൊടുക്കാം. ഇങ്ങനെയുള്ള ഒരു അഡ്രസ്സ് വളരെ സ്പെസിഫിക് ആയി എങ്ങോട്ട് പോകണം എന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു ടൈപ്പ് അഡ്രസ്സാണ് റിലേറ്റീവ് അഡ്രസ്സിംഗ്. ഒരു ഉദാഹരണം നോക്കാം. ഞാനിപ്പോൾ ഈ ഫോൾഡറിൽ തന്നെ മറ്റൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. സെയിം ഫയൽ കോപ്പി ചെയ്യാം. എന്നിട്ട് അതിലെ ഹെഡിങ് മാത്രം മാറ്റുന്നു. ഇപ്പോൾ അതൊരു സെക്കൻഡ് പേജാണല്ലോ. ഇനി നമ്മൾക്ക് ആദ്യത്തെ പേജിലേക്ക് വരാം. ഇതിലെ ഈ ലിങ്ക് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിളാണ് ലോഡായി വരുന്നത്. എന്നാൽ ഈ ലിങ്കിൻ്റെ href വാല്യൂ ഞാൻ മാറ്റുന്നു. എനിക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേ പേജിലേക്ക് ആണ് പോകേണ്ടത് എന്ന് വിചാരിക്കാം. അത് എനിക്ക് 2 വിധം ചെയ്യാം. ഒന്നുകിൽ ഫയൽ എക്സ്പ്ലോറർ എടുത്ത് ആ ഫയലിൻ്റെ ആബ്സല്യൂട്ട് അഡ്രസ്സ് തന്നെ കോപ്പി ചെയ്ത് അതിവിടെ പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചെയ്യാവുന്നത് സിമ്പിളായി ഇവിടെ ആ ഫയൽ നെയിമായ page2.html എന്ന് ഇവിടെ href വാല്യൂ ആയി കൊടുക്കാം. ഈ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ റിലേറ്റീവ് അഡ്രസ്സിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സൈറ്റൊക്കെ ചെയ്യുമ്പോൾ പല പേജുകളുണ്ടാവും. അപ്പോൾ ഈ ടൈപ്പ് അഡ്രസ്സിംഗ് വളരെയധികം യൂസ്ഫുൾ ആണ്. ഓക്കെ, 2 തരം അഡ്രസ്സ് കണ്ടു. ഇനി ഞാൻ ആ href വാല്യൂ ആദ്യമുണ്ടായ ഗൂഗിൾ അഡ്രസ്സ് വെച്ച് തന്നെ റീപ്ലേസ് ചെയ്യുന്നു. ഇതിലെങ്ങനെയാണ് വെബ് ബ്രൗസറിന് മനസ്സിലാവുന്നത് ഇതൊരു ആബ്സല്യൂട്ട് അഡ്രസ് ആണോ അതോ റിലേറ്റീവ് അഡ്രസ് ആണോ എന്ന്?
URL ആദ്യ ഭാഗത്തുള്ള ഈ http:// അല്ലെങ്കിൽ https:// എന്നത് വെച്ച് തന്നെയാണ് അത് മനസ്സിലാക്കുന്നത്. തൽക്കാലം അത്രയും മതി. ഇപ്പോൾ ലിങ്കുകൾ എങ്ങനെ ആഡ് ചെയ്യാമെന്നും href ആട്രിബ്യൂട്ട് എന്താണെന്നും നമ്മൾ നോക്കി. ഈ ആങ്കർ ടാഗിനകത്തും നമ്മൾക്ക് വേണമെങ്കിൽ നേരത്തെ ഉപയോഗിച്ച സ്ട്രോങ് ടാഗും ടാഗും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്തെടുക്കാം. ഇത്രയുമാണ് ലിങ്കുകളെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എക്സൈറ്റിംഗ് ആയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണുന്നതിലേക്കും ദിസ് ഈസ് മീ യുവർ ബഡി നിവിത് കന്നഡ സൈനിങ് ഓഫ്.